അച്ഛന്മാരെ നമ്മൾ നിൽക്കുന്ന വേറെ ഇടങ്ങല്ല കിഴങ്ങുരമ്പലത്തിലാണ് കേട്ടോ. ഇന്നിവിടെ 9ാമത്തെ ഉത്സവമാണ്. അതുകൊണ്ട് ഇന്ന് കുടമാറ്റമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. 9ാമത്തെ ഉത്സവം ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു. അല്ലെങ്കിൽ 8, 9, 10 ആകുമ്പോഴത്തേന് ആൾക്കാർ കൂടുതലും അമ്പലത്തിലൊക്കെ. അപ്പോഴാണല്ലോ ആ ഉത്സവത്തിൻ്റെയൊക്കെ ആരവം അങ്ങ് തുടങ്ങുന്നത്. ഇപ്രാവശ്യം മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കുടമാറ്റത്തിന് നമ്മുടെ സ്വന്തം പാമ്പാട് രാജനുണ്ടായിരുന്നു കേട്ടോ, ചടം എഴുന്നള്ളിക്കാൻ വേണ്ടി. ഇപ്പോൾ അങ്ങനെ കുടമാറ്റം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, നിങ്ങളത് കാണേ. ആ കാണാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാർ തെങ്ങിക്കൂടി നിൽക്കുന്നു, മേളിലായിട്ടും താഴെയൊക്കെ ആയിട്ട്. പിന്നെ മേളമുള്ളതുകൊണ്ട് ആരവുണ്ടായിരുന്നു. ആനക്കുട്ടന്മാരെല്ലാം നല്ല സ്റ്റൈലായിട്ട് തിടമ്പൊക്കെ എഴുന്നള്ളി നിൽപ്പുണ്ട് കേട്ടോ. അതൊക്കെ നേരിട്ട് കാണണം, എന്നെ സ്റ്റൈലാണ്. പിന്നെ മേളക്കാരും പൊളിച്ചു കേട്ടോ, നല്ല പൊളിയായിരുന്നു ഓട്ടമൊക്കെ. ഒമ്പതാമത്തെ ഉത്സവം ആയതുകൊണ്ട് 9 ആന ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കുടമാറ്റമൊക്കെ, കുടയൊക്കെ മാറി പൊളിയായിരുന്നു. കുടമാറ്റം ആകുമ്പോൾ മേളവും ആൾക്കാരും ആകുമ്പോൾ തന്നെ ഒരു ആരവമാണല്ലോ, മൊത്തത്തിൽ ഓളമായിരുന്നു. ഇപ്പോൾ കുട മാറ്റി ശിവൻ്റെ കുറേ രൂപങ്ങൾ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാരും വന്നായിരുന്നു കേട്ടോ ഉത്സവത്തിന്. അമ്മമാരും അതിൽ കൂടെ കറങ്ങി നടപ്പുണ്ടായിരുന്നു. പിന്നെ ആ സൈഡിൽ നിന്ന് മാറി ഇപ്പോൾ ഇവിടെ നിൽക്കുക കേട്ടോ. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഫുൾ വ്യൂ ആയിട്ട് കാണാം. ആനയൊക്കെ നിരന്ന് നിൽക്കണം, അല്ലെ ഫുൾ വ്യൂ ആയിട്ട് ക്യാമറ പിടിക്കാൻ ഇപ്പം ഇങ്ങോട്ട് വന്നേക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റൊക്കെ കെടുത്തി കേട്ടോ. ആനയുടെ മേളിൽ വെച്ചേക്കുന്നതിൻ്റെ ലൈറ്റ് ഫിറ്റ് ഇട്ടാൻ വേണ്ടി വെച്ചേക്കുന്നത്, അങ്ങനെ വെച്ചത്. അന്നത്തേക്ക് വൈബ് അങ്ങ് മാറി കേട്ടോ. അതിനിടയ്ക്ക് നല്ല മേളവും നമ്മുടെ പൊളിയായിരുന്നു, അത് കാണാൻ തന്നെയായിരുന്നു. അതിനിടയ്ക്ക് നല്ല വെടിക്കെട്ടും ഉണ്ടായിരുന്നു കേട്ടോ, കുറേ നേരം ഉണ്ടായിരുന്നു. മേളത്തിൻ്റെ എഫക്റ്റ് കാരണം ആൾക്കാരെല്ലാം കിടന്ന് തുള്ളുക കേട്ടോ. അത്രയ്ക്ക് മേളമായിരുന്നു, എല്ലാവരും കിടന്ന് തുള്ളിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ ആ വരുമ്പോൾ സംഭവം ഉള്ളതുകൊണ്ട് നല്ല കാണാൻ സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നുള്ള മേളം കഴിഞ്ഞ് ഇപ്പം അങ്ങോട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോവുക കേട്ടോ. അങ്ങോട്ടേക്ക് ആനയും പോകുന്നുണ്ട്, നമ്മുടെ പാമ്പാട് രായൻ. അങ്ങനെ ഫ്രണ്ടിലത്തെ നടയിലെത്തി. അങ്ങനെ നമ്മുടെ പാമ്പാട് രായൻ അങ്ങനെ ഫ്രണ്ടിലത്തെ നടയിലെത്തി കേട്ടോ. പിന്നെ തലയെടുപ്പല്ലേ, പിന്നെ ഗ്ലാമറാ.
അങ്ങനെ പാപ്പം പറഞ്ഞപ്പോഴേ ആന ഇരുന്നു കേട്ടോ. നേരത്തെ ആൾക്ക് ഒന്ന് ഇറങ്ങണമായിരുന്നു, അതുകൊണ്ട് ആന പറഞ്ഞപ്പോഴേ ഇരുന്നു. അങ്ങനെ അമ്പലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ പടിഞ്ഞാറോടെ നിൽക്കുന്നത് ഒരു കടലൊക്കെ തിന്ന് അതിലേക്കൂടെ നടക്കുക പറ്റുമ്മ. അമ്പലത്തിൻ്റെ പടിഞ്ഞാറോടെ ആണെങ്കിൽ ഫുള്ള് കളിപ്പാട്ടക്കടയും ബജിക്കടയും പിന്നെ എന്താ ആൾക്കാരാ. വഴി ശിവലിംഗത്തിൻ്റെ പടമൊക്കെ ഉണ്ടായിരുന്നേ, വരയ്ക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. പിന്നെ അമ്പലത്തിൻ്റെ പുറത്ത് കൈനോട്ടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചുമ്മാ നോക്കാൻ വേണ്ടി വില ചോദിച്ചപ്പോൾ ആണ്ടോ 150 രൂപ ഒരു കൈ നോക്കുന്നതിന്. പിന്നെയും പോയപ്പോൾ അവർ പിന്നെയും കുറച്ച് 100 ആക്കി. ഞാൻ പോയൊന്നുമില്ല. പിന്നെ ഒന്ന് കൈ നോക്കുന്നതിന് 150 രൂപയെ, അതൊന്നും പറയുന്നത് സത്യവുമല്ല, ചുമ്മാ നമ്മളൊന്ന് കാശ് കളയുന്നു. അതിനെല്ലാം മേടിച്ച് കഴിച്ചാൽ വയറ്റി കിടക്കുക. അതുകൊണ്ട് ഒരു 50 രൂപയുടെ ഇതുപോലത്തെ കടലുള്ള സംഭവം മേടിച്ച് മിക്സ്. അങ്ങനെ ചുമ്മാ ഇപ്പോൾ അതേ കൂടെ നടക്കുക കേട്ടോ. അമ്പലപ്പറമ്പല്ലേ, ചുമ്മാ അങ്ങോട്ട് നടന്നില്ലെങ്കിൽ സുഖമില്ലല്ലോ. അമ്പലപ്പറമ്പായ അങ്ങോട്ട് ചുമ്മാ നടക്കണ്ടേ. അങ്ങനെ വഴി ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. ആൾക്കാരൊക്കെ കൂടി വണ്ടിയൊക്കെ ഹോണൊക്കെ അടിച്ചാണ് പോകുന്നത്. പിന്നെ വഴി തൈലക്കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തൈലം കാലിൽ തേക്കാനുള്ള തൈലമൊക്കെ ആയിട്ട് മുട്ടത്തൈലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേമ്പ്, ചേന, മഞ്ഞൾ, ഇഞ്ചി അങ്ങനെ എല്ലാ കൂട്ടവും ഉണ്ടായിരുന്നു. ഒന്നും ഇല്ലാത്തതായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കിടങ്ങര അമ്പലത്തിൽ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മുട്ടക്കച്ചവടമാണ് കേട്ടോ. ആൾക്കാർ ഉത്സവം ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിൽ മുട്ട കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ. എല്ലാ വർഷവും ഉണ്ട് ഇവിടെ മുട്ട കേട്ടോ. ഇവിടുത്തെ ഇങ്ങനെ ആചാരമൊന്നും അല്ല കേട്ടോ, ഐതിഹ്യമായിട്ടൊരു ബന്ധവുമില്ല. പണ്ട് തൊട്ടേ ഏതാ കാരണവന്മാർ തുടങ്ങി വെച്ച സംഭവമാട്ടോ ഈ മുട്ടക്കച്ചവടം. അന്ന് പിന്നെ പണ്ടൊക്കെ ചാരായം ഉണ്ടായിരുന്നു, പട്ടയം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല, ഇപ്പം മുട്ട മാത്രമാക്കി. വരുന്ന എല്ലാവരും മുട്ട കഴിച്ചിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. അതിപ്പോൾ ഒരു ചടങ്ങായിട്ട് മാറിയേക്കുക, അത് കഴിക്കാൻ പോകത്തില്ല ആരും. അതുകൊണ്ട് തന്നെ ആൾക്കാരും കുറേ പേരുണ്ടായിരുന്നു കേട്ടോ മുട്ട കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനൊരു മുട്ട കഴിച്ച്. എല്ലാവരും ഒരു മുട്ട കഴിച്ചിട്ട് പയ്യൊക്കെ ഇങ്ങനെ പോകത്തുള്ളൂ. ഇങ്ങനെ അമ്പലപ്പറമ്പൊക്കെ ചുറ്റി കറങ്ങി, അതല്ലേ ഒരു ഉത്സവത്തിൻ്റെ വൈബ്. അങ്ങനെ മുട്ടയൊക്കെ കഴിച്ച് പിന്നീട് സർബത്ത് കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ സർബത്ത് കുടിക്കാൻ കയറി. അപ്പോൾ ആ ചേട്ടൻ സർബത്ത് മേടിച്ച ബട്ടർ സ്കോച്ചിൻ്റെ സർബത്താച്ച മേടിച്ച കേട്ടോ. ആ ചേട്ടനെ സർബത്ത് കുലുക്കിച്ച് കണ്ട് ഞാൻ അമരന്ന് പോയി. എന്നാ കുലുക്കിച്ചാ, പുള്ളിയൊക്കെ സമ്മതിക്കണം കേട്ടോ. ഗ്ലാസ് ഇട്ട് അമ്മാനും ആടോ, നിങ്ങൾ കണ്ടോ ഇപ്പോൾ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സർബത്ത് കിട്ടി. നല്ല സർബത്തായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കുടിക്കാൻ. ആൾക്കാരൊന്നും പോയില്ല കേട്ടോ, എല്ലാവരും ഇങ്ങനെ ഓരോന്നും മേടിച്ചും കഴിച്ചൊക്കെ നിൽക്കുക. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ബജിയും കഴിച്ചു കേട്ടോ. നല്ല ചൂട് ബജി, 30 രൂപയ്ക്ക് 3 കിട്ടുന്ന മുളക് ബജി. പിന്നെ മുളക് ബജി അല്ല മുളകി മുക്കി പൊള്ള തിന്ന് കേട്ടോ. പിന്നെ അത്രയായിരുന്നു. അതിൻ്റെ മണമാണെങ്കിൽ മൂക്കി അടിച്ച് കയറുമായിരുന്നു എൻ്റെ പൊന്നു മച്ചാന്മാർ. അങ്ങനെ നമ്മളെല്ലാം കണ്ട് കേട്ട് പോകുക കേട്ടോ. തിരിച്ച് വീട്ടിൽ പോയി. ഒത്തിരി ഇപ്പം തന്നെ സമയം ഒത്തിരി ആയി, 12 മണി ആകാറായി. എന്നാൽ ഓക്കെ കേട്ടോ, കിടന്ന് ഉറങ്ങട്ടെ. എന്നാൽ പിന്നെ അടുത്ത വ്ലോഗായിട്ട് പിന്നെ കാണാം.